ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ 2024 ആദ്യത്തെ IPO പറ്റിയാണ്. ആ IPO പേര് ജ്യോതി CNC ഓട്ടോമേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ജ്യോതി CNC ഓട്ടോമേഷൻ ഇതിൻ്റെ IPO ഓപ്പൺ ആകുന്ന ഡേറ്റ് 9-ാം തീയതിയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 11-ാം തീയതിയാണ്. അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് 16th January ആണ്. ഇതിൻ്റെ കട്ട് ഓഫ് ടൈം 5 PM January 11. ഓക്കെ, ഇനി നമുക്ക് ജ്യോതി CNC ഓട്ടോമേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വന്നിരിക്കുന്ന ഫേസ് വാല്യൂ 2 rupees പെർ ഷെയർ ആണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 315 to 331 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു IPOയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഹയർ ബാൻഡാണ് നോക്കേണ്ടത്. 331 rupees ആണ് ഇതിൻ്റെ മാക്സിമം ബാൻഡ്. അപ്പോൾ അതിൽ ട്രൈ ചെയ്യാം. ഇനി ലോട്ട് സൈസ് 45 ഷെയർസ് ആണ്. ഓക്കെ, ഇതിൽ നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഫ്രഷ് ഇഷ്യൂ ആണ്. ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പ്രൊമോട്ടറിനോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോക്കറ്റിലല്ല പോകുന്നത്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കമ്പനീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിലുള്ള എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 15 rupees ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും പെർ ഷെയർ വാല്യൂ. ഇനി നമുക്ക് ജ്യോതി CNC ഓട്ടോമേഷൻ്റെ ലോട്ട് സൈസ് ചെക്ക് ചെയ്യാം. ഇതിൽ റീറ്റെയിലിൽ തന്നിരിക്കുന്നത് മിനിമം 45 ആണ്, മാക്സിമം 585 ആണ്. അപ്പോൾ മിനിമം വാല്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 14,895 ആണ്, മാക്സിമം 1,93,635. പിന്നെ HNIക്കുള്ളത് 2 ലക്ഷത്തിൻ്റെ അടുത്താണ്, 630 ഷെയർസ്. അതിൻ്റെ മാക്സിമം ലിമിറ്റ് 3,015 ഷെയർസ് അവർക്ക് ലഭിക്കും. 10 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് അവർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി IPO ആർക്കൊക്കെയാണ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. സോ ഇതിൽ QIBക്ക് നൽകിയിരിക്കുന്നത് 75% ആണ്. അതിൻ്റെ അർത്ഥം മ്യൂച്വൽ ഫണ്ട്സ് അവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് 75% ആണ്. റീറ്റെയിൽ ഷെയർസ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് 10% നൽകിയിട്ടുള്ളത്. സോ ഇതിൽ കിട്ടാനുള്ള ചാൻസസ് കുറയാൻ സാധ്യതയുണ്ട്, കാരണം വളരെ കുറവാണ് റീറ്റെയിലേഴ്സിന് കൊടുത്തിട്ടുള്ളത് ഷെയർ. പിന്നെ NIIസിന് വേണ്ടിയിട്ടുള്ളത് 15% ആണ്. ഇനി നമുക്ക് ജ്യോതി CNC ഓട്ടോമേഷൻ കമ്പനി എന്താ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയത് 1991 ഇവർ മാനുഫാക്ചർ ആൻഡ് സപ്ലയർ ഓഫ് CNC മെഷീൻ്റെതാണ്. CNC മെഷീൻ എന്ന് വെച്ചാൽ പൈപ്പ് കട്ടിങ്ങും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണത്. അപ്പോൾ ഇവരുടെ റേഞ്ച് നോക്കുമ്പോൾ ടേണിംഗ് സെൻറ്റർ, CNC മില്ലിംഗ് സെൻറ്റർ, CNC വെർട്ടിക്കൽ മെഷീൻ, ഇങ്ങനെ പല CNC മെഷീനുകളാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്പനീൻ്റെ ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ക്ലയൻറ്റ്സ് ആണ്. ISRO, പിന്നെ ബ്രഹ്മോസ് എയറോസ്പേസ്, ഇവരൊക്കെ എയറോസ്പേസിലാണ് കുറേ ഇവർ കൊടുക്കുന്ന CNC മെഷീൻസുകൾ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാരത് ഫോർജ്, ഇതൊക്കെ ലിസ്റ്റഡായ കമ്പനീസിൽ വരെ ഇവർ അവരുടെ മെഷീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശക്തി പമ്പ്സ് ഇത് ലിസ്റ്റഡ് ആണ്, പിന്നെ റോളക്സ് റിംഗ് ഇത് ലിസ്റ്റഡ് ആണ്, ബോഷ് ലിമിറ്റഡ് ഇത് ലിസ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ വളരെ കൂടുതൽ ലിസ്റ്റഡായ കമ്പനീസിന് വരെ ഇവർ കൊടുക്കുന്നത് CNC മെഷീനുകളാണ്. അപ്പോൾ വലിയൊരു ക്ലയൻറ്റ് ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ദ കമ്പനി ഹാസ് വൈഡ് റേഞ്ച് ഓഫ് മെഷീൻസ്, 200 types in 44 series. അപ്പോൾ 200ഓളം ടൈപ്പുകളുണ്ട് 44 സീരീസിൽ. പിന്നെ കമ്പനിയുടെ മെയിൻ ക്ലയൻറ്റുകളുള്ളത് ഇന്ത്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇതിലൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഫ്യൂ പാർട്സ് ഓഫ് ഏഷ്യയിൽ. ഈ കമ്പനിയുടെ മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് രാജ്കോട്ട്, ഗുജറാത്ത്, പിന്നെ ഒന്ന് ഫ്രാൻസിലാണ്, സ്ട്രാസ്ബർഗ് എന്ന് പറയും. ആ സ്ഥലത്താണ് അവർ മാനുഫാക്ചറിങ് ഉള്ളത്. സോ ആസ് ഓഫ് June 30, 2023 4000 മെഷീൻസാണ് പെർ ഇയർ അവർ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. 101 മെഷീൻസ് പെർ ഇയർ ഇൻ ഫ്രാൻസ്. അപ്പോൾ അവർക്ക് ഫ്രാൻസിലുള്ള കമ്പനിയിൽ 121 മെഷീൻസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കാം. അപ്പോൾ കമ്പനിയുടെ അസറ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1388 ആയിരുന്നു, പിന്നെ അത് കുറഞ്ഞു മാർച്ച് 2022. പിന്നെ അതിൻ്റെ ശേഷം അത് ജമ്പ് ചെയ്തിട്ട് 1515 പിന്നെ വീണ്ടും ജമ്പ് ചെയ്ത് 1706 ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ എന്ന് പറയുമ്പോൾ 6 monthൻ്റെയാണ്. അപ്പോൾ ഇനി 6 month ബാക്കിയുണ്ട്. സോ അസറ്റ് മേ ബി ഡബിൾ ആകാനുള്ള ചാൻസ് ഉണ്ടോ. ഓക്കെ, ഇനി നമുക്ക് റവന്യൂ നോക്കാം. 590 ആയിരുന്നു,
പിന്നെ റവന്യൂ കൂടിയിട്ടുണ്ടായിരുന്നു മാർച്ച് 2022 750 ആയി, പിന്നെ 952 ആയി, പിന്നെ 510. സോ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1000 വരെ പോകാനുള്ള സാധ്യത ഉണ്ട് റവന്യൂ. ഇപ്പോൾ വളരെ കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഇവരിത് ആദ്യം നെഗറ്റീവ് അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു. 70 crores ലോസ് ആയിരുന്നു, പിന്നെ 48 crores അപ്പോൾ ലോസ് റെഡ്യൂസ് ആയി. അതിനുശേഷം പിന്നെ 15 crores പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 months ഉള്ളിൽ അവർ ഉണ്ടാക്കിയത് 3 crores ആണ്. സോ അതിന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 7 crores അടുത്ത് എത്തുമായിരിക്കും. സോ സ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിനേക്കാളും കുറവാണ് ഈ പ്രാവശ്യം അവർക്കുള്ളത് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു നെഗറ്റീവ് പോയിൻ്റാണ് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ നെറ്റ് വർത്ത് 18 crores ആയിരുന്നു, പിന്നെ നെഗറ്റീവ് പോയി, പിന്നെ വീണ്ടും പോസിറ്റീവിലേക്ക് വന്നു 36. ഇപ്പോൾ വീണ്ടും നെറ്റ് വർത്ത് കൂടിയിട്ടുണ്ട്, 205 crores ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് വർത്ത് 205 crores ആണ്, പക്ഷെ ബോറിങ് കണ്ടോ, അതിനേക്കാളും കൂടുതലാണ് ബോറിങ് ഉള്ളത്. കടമുള്ളത് അവർക്ക് 821 crores ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ 752 ആയിരുന്നു, പിന്നെ വീണ്ടും കൂടി 834 ആയി. ഇപ്പോൾ ഒരു സ്റ്റേബിൾ ലെവലിൽ ബോറിങ് പോകുന്നുണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ പ്രോഫിറ്റ് അവർക്ക് ഈ ബോറോയിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് അടക്കാൻ തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിൻറ്റ്സ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പ്രോഫിറ്റും വലിയൊരു പ്രോഫിറ്റ് അല്ല അവർ ജനറേറ്റ് ചെയ്യുന്നത്. വളരെ നല്ല ക്ലയൻറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ പ്രോഫിറ്റ് കുറവാണ്. ഇനി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നോക്കാം. ഇതിൻ്റെ PE റേഷ്യോ എന്ന് പറയുമ്പോൾ 324 വളരെ കൂടുതലാണ്. ROE 18.35, ROCE 9.50%, ഡെറ്റ് ടു ഇക്വിറ്റി ഇത് കണ്ടോ 10.17 ആണ്. ഞാൻ മോസ്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലെസ് ദെൻ 1 ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഇത് 10.17 ആണുള്ളത്. EPS വളരെ കുറവാണ്, 1.02. സോ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ IPOൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഈ കമ്പനി ഈ ഒരു IPO കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് റീസൺ, റീപേയ്മെൻറ്റ് ആൻഡ് പ്രീപേയ്മെൻറ്റ് ഇൻ ഫുൾ ഓർ പാർട്ട് ഓഫ് സർട്ടൻ ബോറിങ്സ് അവൈൽഡ് ബൈ ദ കമ്പനി. ഇപ്പം നേരത്തെ കണ്ട പോലെ 800 കോടിൻ്റെ അടുത്ത് അവർക്ക് കടമുണ്ട്. ആ കടം പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IPO അവർ റേസ് ചെയ്യുന്നത്. സെക്കൻഡ്, ഫണ്ടിങ് ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ദ കമ്പനി. സോ വർക്കിംഗ് ക്യാപിറ്റൽ അവരെ ഈ കടം വീട്ടാനും പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ബാക്കി ഒരു 200 കോടി ഉണ്ടാവും, അത് അവർ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്. സോ മെയിൻലി അവരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു IPO റേസ് ചെയ്യുന്നത്. സോ എൻ്റെ ഫൈനൽ വെർഡിക്റ്റ് ആയിട്ട് എൻ്റെ അനാലിസിസിനനുസരിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ മാക്സിമം ലിസ്റ്റിംഗ് ഗെയിൻ 10 to 18% വരെ തന്നെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. അതിൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ അത് ലക്കി ആയിരിക്കും. പക്ഷേ 10 to 18% അകത്ത് തന്നെ ഇത് കിട്ടാനുള്ള ചാൻസസ് ആണുള്ളത്. ഓവർ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഉണ്ടാകാൻ കുറവാണ്. കാര്യം ലോസ് മേക്കിംഗ് കമ്പനിയാണ്, പിന്നെ അവർ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി IPO റേസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരെ പ്രോഫിറ്റ് ആണെങ്കിലും വലിയൊരു പ്രോഫിറ്റ് കാണുന്നില്ല. സോ നിങ്ങൾ വലിയൊരു ഗെയിൻ പ്രതീക്ഷിച്ചിട്ട് ഈ IPOയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഗെയിൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 to 18% ആണ് ഞാൻ കാണുന്നത്. അതിൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ലക്കി ആയിരിക്കും. അതല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനനുസരിച്ചിട്ടായിരിക്കും. മാർക്കറ്റ് ഇനി കറക്ഷനിലോ ക്രാഷിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ലാഭം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ താങ്ക് യു ഗൈസ്. ഇതാണ് എൻ്റെ IPO ജ്യോതി CNC ഓട്ടോമേഷൻ IPOയുടെ അനാലിസിസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.